നമസ്കാരം, ഞാൻ നിമ്മി ഉല്ലാസ്, യോഗ ഇൻസ്ട്രക്ടർ. ഇന്ന് നമ്മുടെ സ്ത്രീകളിലെ കോമൺ ആയിട്ട് കണ്ടുവരുന്നൊരു പ്രോബ്ലമാണ് സൈഡ് ഫാറ്റ്. പ്രഗ്നൻസിക്ക് ശേഷം സ്ത്രീകളിലെ തടി കൂടുന്നതിനനുസരിച്ച് രണ്ട് സൈഡിലും ടയറുകളായിട്ട് ഫോം ചെയ്യാറുണ്ട്. അതിനുവേണ്ടി യോഗയിലെ ഏറ്റവും നല്ലൊരു ആസനമാണ് അർദ്ധകടി ചക്രാസന. നോർമൽ ബ്രീത്തിങ് ചെയ്യാം, നോർമൽ ഇൻഹലേഷൻ ആൻഡ് എക്സലേഷൻ. ഇത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ബോഡി ഫ്രണ്ട് സൈഡിലേക്കല്ല പോകേണ്ടത്, ലെഫ്റ്റ് സൈഡിലേക്കാണ് ബെൻഡ് ചെയ്യേണ്ടത്. ഇത് നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ സൈഡിലുള്ള സ്ട്രെച്ചിങ് കിട്ടുന്നതുകൊണ്ടാണ് നമ്മുടെ സൈഡ് ഫാറ്റ് കുറയുന്നത്. അർദ്ധകടി ചക്രാസന ചെയ്യുന്നതിൻ്റെ കൂടെ നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റിയ അതിൻ്റെ വേറൊരു വേരിയേഷനാണ് ഇന്ന് ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്നത്. കൈകൾ രണ്ടും ഇൻ്റർലോക്ക് ചെയ്ത് പിടിക്കുക, മുകളിലേക്ക് സ്ട്രെച്ച് ചെയ്യുന്നു. നമസ്കാരം, ഞാൻ നിമ്മി ഉല്ലാസ്, യോഗ ഇൻസ്ട്രക്ടർ. അർദ്ധകടി ചക്രാസന ഇതൊരു സ്റ്റാൻഡിങ് പോസ്റ്ററാണ്. നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് നോക്കാം. ആദ്യമായി കാലുകൾ ചേർത്ത് വയ്ക്കുക, ബോഡിയുടെ വെയിറ്റ് കാലിലേക്ക് ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. കൈകൾ രണ്ടും ബോഡിയുടെ വശത്തായി പതിച്ചു വയ്ക്കുന്നു. അതിനുശേഷം ആദ്യം നമ്മൾ റൈറ്റ് സൈഡാണ് ചെയ്യുന്നത്. ഇൻഹേൽ ചെയ്തുകൊണ്ട് റൈറ്റ് ഹാൻഡ് മുകളിലേക്ക് ഉയർത്തുന്നു. കൈയുടെ ബൈസെപ്സ് ഇയറുമായി ചേർത്ത് വയ്ക്കുക. അതിനുശേഷം നല്ലൊരു സ്ട്രെച്ചിങ്, ഹിപ്പിൽ നിന്ന് കൈയുടെ അറ്റം വരെ ഫീൽ ചെയ്തതിന് ശേഷം മാത്രം ലെഫ്റ്റ് സൈഡിലേക്ക് ബെൻഡ് ചെയ്യുന്നു. ലെഫ്റ്റ് സൈഡിൽ കംഫർട്ടബിളായി നിന്നതിന് ശേഷം നോർമൽ ബ്രീത്തിങ് ചെയ്യാം, നോർമൽ ഇൻഹലേഷൻ ആൻഡ് എക്സലേഷൻ. ഇത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ബോഡി ഫ്രണ്ട് സൈഡിലേക്കല്ല പോകേണ്ടത്, ലെഫ്റ്റ് സൈഡിലേക്കാണ് ബെൻഡ് ചെയ്യേണ്ടത്. നോർമലി ഒരു ടെൻഡൻസി ഉണ്ട് നമ്മുടെ ബോഡി ഫ്രണ്ട് സൈഡിലേക്ക് പോകാനായിട്ട്. അപ്പോൾ എപ്പോഴും സൈഡിലേക്ക് മാത്രം ബെൻഡ് ചെയ്യുക, എന്നാൽ മാത്രമേ ആ സ്ട്രെച്ചിങ് നമുക്ക് ഫീൽ ചെയ്യുള്ളൂ. ഇനി ഇൻഹേൽ ചെയ്തുകൊണ്ട് തിരിച്ചു വരാം, തിരിച്ച് സെൻറ്ററിലേക്ക് വരുന്നു. അതിനുശേഷം എക്സേൽ ചെയ്തുകൊണ്ട് കൈ താഴേക്ക്. ഇപ്പം നമ്മൾ ചെയ്തിരിക്കുന്നത് റൈറ്റ് സൈഡാണ്. അടുത്തത് ലെഫ്റ്റ് സൈഡ് ചെയ്യാൻ പോകുന്നു. ഇനി ഇൻഹേൽ ചെയ്തുകൊണ്ട് ലെഫ്റ്റ് സൈഡിലേക്ക് കൈ ഉയർത്താം. നമ്മുടെ ഇയറുമായിട്ട് ബൈസെപ്സ് ക്ലോസ് ചെയ്ത് വെക്കുക. എക്സേൽ ചെയ്തുകൊണ്ട് ആ സ്ട്രെച്ചിങ് ഫീൽ ചെയ്തതിന് ശേഷം മാത്രം റൈറ്റ് സൈഡിലേക്ക് ബെൻഡ് ചെയ്യാം. കംഫർട്ടബിളായി നിന്നതിന് ശേഷം നോർമൽ ബ്രീത്തിങ് ചെയ്യാം, നോർമൽ ഇൻഹലേഷൻ എക്സലേഷൻ. ഇൻഹേൽ ചെയ്തുകൊണ്ട് തിരിച്ച് സെൻറ്ററിലേക്ക് വരുന്നു. എക്സേൽ, ലെഫ്റ്റ് ഹാൻഡ് ഡൗൺ. ഓക്കെ, ഇത് നമുക്ക് ചെയ്യുമ്പോൾ നമ്മുടെ സൈഡിലുള്ള സ്ട്രെച്ചിങ് കിട്ടുന്നതുകൊണ്ടാണ് നമ്മുടെ സൈഡ് ഫാറ്റ് കുറയുന്നത്. അർദ്ധകടി ചക്രാസന ചെയ്യുന്നതിൻ്റെ കൂടെ നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റിയ അതിൻ്റെ വേറൊരു വേരിയേഷനാണ് ഇന്ന് ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്നത്. കൈകൾ രണ്ടും ഇൻ്റർലോക്ക് ചെയ്ത് പിടിക്കുക, മുകളിലേക്ക് സ്ട്രെച്ച് ചെയ്യുന്നു. സ്ട്രെച്ച് ചെയ്തതിന് ശേഷം നമ്മുടെ ഹിപ്പിൽ നിന്ന് കൈയുടെ അറ്റം വരെ സ്ട്രെച്ചിങ് ഫീൽ ചെയ്തതിന് ശേഷം ആദ്യം റൈറ്റ് സൈഡിലേക്ക് ബെൻഡ് ചെയ്യുന്നു. കംഫർട്ടബിളായിട്ട് നിൽക്കുക. അതിനുശേഷം നോർമൽ ബ്രീത്തിങ് ചെയ്യുക. ഇൻഹേൽ ചെയ്തുകൊണ്ട് തിരിച്ച് സെൻറ്ററിലേക്ക് വരുന്നു. എക്സേൽ ചെയ്തുകൊണ്ട് ലെഫ്റ്റ് സൈഡിലേക്ക് ബെൻഡ് ചെയ്യുക. അഗെയിൻ വീണ്ടും ഇൻഹേൽ ചെയ്തുകൊണ്ട് സെൻറ്ററിലേക്ക് വരാം. എക്സേൽ ചെയ്തുകൊണ്ട് കൈകൾ രണ്ടും ഇരുവശങ്ങളിലായി താഴേക്ക് കൊണ്ടുവരാം. ഇത് നമുക്ക് അർദ്ധകടി ചക്രാസന പ്രാക്ടീസ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ചെയ്യാവുന്നതാണ് സൈഡ് ഫാറ്റ് കുറയ്ക്കുന്നതിനായിട്ട്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത അർദ്ധകടി ചക്രാസന എല്ലാവരും പ്രാക്ടീസ് ചെയ്ത് നോക്കണം. ഇതുപോലെയുള്ള യൂസ്ഫുൾ വീഡിയോസുമായി അടുത്ത എപ്പിസോഡിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.